അഭിനയിച്ചതൊക്കെ ആഘാതം അത് വളരെ വലുതാണ്. റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന് കണ്ടപ്പോൾ നന്നായിട്ട് ഇമോഷണൽ ആയി. ലൈക് സിബ്ലിംഗ്സ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ അഭിനയിച്ചതൊക്കെ ആഘാതം അത് വളരെ വലുതാണ്. അവൾക്ക് ആദ്യം തന്നെ കിട്ടിയൊരു കഥാപാത്രം അവൾ അതിന്റെ 100% ആത്മാർത്ഥതയോടുകൂടി അവളത് ചെയ്തു. ആ ഒരു സന്തോഷമുണ്ട്. ലെറ്റ് ഇറ്റ് ബി എ ഗുഡ് സ്റ്റാർട്ട് ഫോർ ഹർ. സന്തോഷം. അത് മിക്കവാറും ഓഡിയൻസിന് കണക്ട് ആയി എന്ന് പറയുന്നുണ്ട്. നല്ല സൈനാണ്. എല്ലാ ആളുകളിലേക്ക് വ്യക്തമുണ്ട്. ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. റിയൽ പോലീസ് ക്യാരക്ടർ എന്ന് പറയുന്നത് റിയൽ ആയിട്ട് നടന്ന ഒരു കഥയാണ്. ക്യാരക്ടർ റിയൽ ആണ്. നമ്മൾ അയാളുടെ ഒരു ജേണിയാണ്. ആ ക്യാരക്ടറിന്റെ ഒരു ജേണിയാണ് നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ സിനിമയ്ക്ക് ആവശ്യമുള്ള കുറച്ച് എലിമെന്റ്സ് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും ഇതൊരു റിയൽ സംഭവമാണ്. ക്യാരക്ടർ റിയൽ ആയിട്ട് എടുത്താൽ പക്ഷെ ബാക്കി പുള്ളിയുടെ ബോഡി ലാംഗ്വേജോ പുള്ളിയുടെ എമോഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതലായി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും ഒരു റിയൽ ക്യാരക്ടറാണ്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഏത് നമ്മൾ പ്രൊമോഷൻ ചെയ്താലും ഓർഗാനിക്കായിട്ട് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ ഒരു ഹിറ്റായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അത് എനിക്ക് ജോസഫ് എന്ന സിനിമയിൽ നിന്നൊരു അനുഭവം എനിക്കുണ്ട്. കാര്യം അതിന് ഇതുപോലെ വളരെ ആദ്യത്തെ തിയേറ്ററിൽ ആൾ കുറവായിരുന്നു. അതായത് ഒരു മോർ പബ്ലിസിറ്റി കൂടെയാണ് ആളുകൾ എല്ലാവരും അറിഞ്ഞ സിനിമ വന്നത്. സിനിമ ഒരു ഹിറ്റായി മാറിയത് എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയും ഓർഗാനിക്കായിട്ട് മെല്ലെ മെല്ലെ എല്ലാവരിലേക്ക് എത്തും. വലിയ ഹിറ്റായി മാറും. നല്ല മൂവി ആയിരുന്നു. ലാസ്റ്റ് ഒരു അരമണിക്കൂർ ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന് കൂടെ കണ്ടപ്പോൾ നന്നായിട്ട് ഇമോഷണൽ ആയി. ലൈക് സിബ്ലിംഗ്സ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതും ലാസ്റ്റ് പുള്ളി കലൊടച്ചു. ഞാൻ അതുവരെ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാണ്ടാണ് കണ്ടത്. പക്ഷെ ലാസ്റ്റ് പുള്ളി കലൊടച്ചു. നൈസാണ്. സസ്പെൻസ് എന്തായാലും പറയുന്നില്ല. എല്ലാവരും വന്ന് കാണാം. അടിപൊളിയായിരുന്നു. ഉണ്ടാവും. എനിക്ക് എന്റെ അമ്മേന്റെ അനിയത്തിന്റെ മോളെ പോലെ ഉണ്ടാക്കും ഇതിനെ കാണാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് എന്തോ ഭയങ്കര സങ്കടമായി. എല്ലാരും പോയി കാണാം. അതൊന്നും പറയുന്നില്ല. ഒരു വെറൈറ്റി സാധനമാണ്. അതാണല്ലോ പടം. അങ്ങനത്തെ ഒരു പടമാണ്. നൈസ് പടമാണ്. എല്ലാരും കാണാം. ഒരു വെറൈറ്റി പടം. വളരെ നല്ല മൂവിയാണ് എല്ലാ തരത്തിലും. കാരണം ആ ഒരു ഓരോ സീനിലുമുള്ള ഡെഡ് ബോഡിയെ കാണിക്കുമ്പോൾ ഒരു മിഞ്ചി കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഥയുടെ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആ മിഞ്ചി കണ്ടപ്പോ തന്നെ അവളൊരു വിവാഹിതയായിരിക്കുമെന്നും അന്യ സംസ്ഥാന തൊഴിലാളി ആയിരിക്കുമെന്നുള്ളതിന്റെ ഒരു പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞ് സ്വാഭാവികമായും അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഈ മനുഷ്യത്വം നിലനിർത്തുന്ന പോലീസുകാരെ കിട്ടാൻ ഇക്കാലത്ത് പാടാണെന്ന് ആ മുംബൈയിലെ ഒരു പോലീസ് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാനും. നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അതെ, അത് കേട്ടപ്പോ കുറെ കൂടെ പ്രയാസമുണ്ട്. പക്ഷെ അതിനെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളതും സന്തോഷമുണ്ട്. ഇതുപോലെ എത്രയോ കാണപ്പെടാതെ കിടക്കുന്നുണ്ട്. അതിന് സമൂഹം ഒരുമിച്ച് പ്രവർത്തിച്ച് അവരെ ആക്കിയെടുക്കണമെന്ന് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിന് ബോംബെ ധാരാവി എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവിടെയൊക്കെ പോയിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ട് കുറെയൊക്കെ. സത്യം പറഞ്ഞാൽ പേടി തോന്നുന്നു അവിടെയൊക്കെ ചെല്ലാൻ. ഇതുള്ള സ്ഥലമാണ്. സൂപ്പർ പറഞ്ഞത് നന്നായിട്ടുണ്ട്.